ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം. ഉമ്മർ പുന്നയിലാണ്. ഒട്ടുമിക്ക ആളുകൾക്കും ചൊരക്ക വളരെയധികം ഇഷ്ടമാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ മിക്ക ആളുകളും കൃഷി ചെയ്തിട്ടുണ്ടാവും. കാലത്ത് ആദ്യം തന്നെ നമ്മൾ ഓടിച്ചെല്ലുന്നത് നമ്മൾ ചെയ്ത കൃഷിയിടത്തിലേക്കാണ്. അവർ വളർന്ന് പന്തലിച്ച് പൂ വന്ന് കാ വന്ന് കാണുന്നത് വലിയ ആനന്ദമാണ്, അതിലേറെ സന്തോഷവും. വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ചെടി ക്ഷീണിച്ചോ വാടി തളർന്നോ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന നിരാശ പറഞ്ഞറിയിക്കാനാവൂല. എന്നാൽ ചിലവരുടെ അടുക്കളത്തോട്ടത്തിലുള്ള ചൊരക്കത്തൈക്ക് വാട്ടമോ അല്ലെങ്കിൽ ഇല എന്തെങ്കിലും പുഴുക്കൾ തിന്നിട്ടോ ഒന്നും കാണില്ല. ഈ ചെടി വളരുന്നുണ്ടാവില്ല, കൂമ്പ് മുരടിച്ച് അങ്ങനെ നിൽക്കുകയായിരിക്കും. അങ്ങനെ വളർച്ച മുരടിക്കാൻ കാരണം എന്താണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇവനാണ് ആ വില്ലൻ. ചൊരക്കുള്ള ഒരു പ്രശ്നമാണിത്. ചൊരക്കമ്മ മാത്രം കണ്ടുവരുന്ന ഒരു പുഴുവാണിത്. ഇവന്റെ ജോലി നീരൂറ്റി കുടിക്കുക എന്നുള്ളതാണ്. ഇലകളൊന്നും തിന്നിയൊന്നുമില്ല, ഇലയൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. അത് കാരണം കൊണ്ടാണ് നമ്മൾക്കിത് മനസ്സിലാവാത്തത്. രാസകീടനാശിനി അടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നശിക്കും, പക്ഷേ അത് അതേപോലെ തന്നെ നമ്മൾക്കും വളരെ ദോഷം ചെയ്യും. ജൈവം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിച്ചാൽ പിന്നെ ഒരിക്കൽ വേറെ എന്തെങ്കിലും ആയിട്ട് മാറി മാറി ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നെങ്കിലേ നിയന്ത്രണത്തിൽ വരുള്ളൂ. കുറച്ച് ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഏറ്റവും നല്ലത് നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ തടയല്ലേ ഉണ്ടാവുള്ളൂ. അത് സ്വയം കൈകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് തന്നെ നശിപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ കാട്ടും പോലെ ശ്രദ്ധിച്ച് നോക്കിയാൽ വലിയ ഇലമ്മ ഇരിക്കണേനെ കണ്ടുവെന്ന് വരും, പക്ഷേ കൂമ്പിലിരിക്കണേനെ നമ്മൾ അത്ര പെട്ടെന്ന് കണ്ടുവെന്ന് വരില്ല. അതിനെ വളരെയധികം സൂക്ഷിച്ച് നോക്കുക തന്നെ വേണം. അത് കണ്ണിന് കാഴ്ച കുറവുള്ളവർ കണ്ണാട വെച്ച് നോക്കിയെങ്കിൽ തന്നെ കാണുള്ളൂ. അത്രയും ചെറിയ പുഴുക്കളായിരിക്കും. കൂമ്പിൽ നിന്ന് 3-4 പുഴുക്കളെയാണ് ഞാൻ ഡെയിലി എടുത്ത് കൊല്ലാറ്. ചൊരക്കട കൂമ്പിൽ നിന്ന് പുഴുവിനെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ സോഫ്റ്റായിട്ട് ചെറിയ ഈർക്കിളിയോ മറ്റോ ഉപയോഗിച്ചെടുക്കണം, അതല്ലെങ്കിൽ അതിന് കേടുപാടുകൾ സംഭവിക്കും. ദിവസവും 2 നേരം നമ്മൾ പുഴുവിനെ നോക്കി അതിനെ എടുത്ത് നശിപ്പിക്കണം. അതല്ല 2 ദിവസം നമ്മൾ നോക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ചൊരക്കട കൂമ്പിൽ നിറയെ പുഴുവായി ഉണ്ടാവും. അവർ നീരൂറ്റി കുടിച്ച് ചൊരക്കക്ക് വളരെയധികം ക്ഷീണമായി ഉണ്ടാവും. പിന്നെ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാനും വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇവന്മാര് തളിരിലയെന്നാണ് നീരൂറ്റി കുടിക്കുന്നത്. അപ്പോൾ വലിയ ഇലയിലുള്ള പുഴുക്കൾ കുറച്ച് വലിപ്പം കൂടുതലുണ്ടാവും. ഈ കൂമ്പിലിരിക്കണതാണ് ഏറ്റവും ചെറിയത്. പിന്നെ വെയിൽ ചൂടായി കഴിഞ്ഞാൽ ഇവര് ഇലയുടെ അടിയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് 2 ഭാഗം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ നേരത്തെ തന്നെ കാലത്ത് തന്നെ പോയി പുഴുവിനെ നോക്കലാണ് ഏറ്റവും നല്ലത്. വിഷരഹിത പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സീസൺ ടൈം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. താങ്ക്